അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെയധികം പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ മാസമാണ് പരിശുദ്ധമായ ഷഅബാൻ. ഷഅബാൻ 15 ബറാഅത്തിൻ്റെ രാത്രിയാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻസിലീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ പരിശുദ്ധമായ രാത്രിയിലാണ് വിശുദ്ധമായ ഖുർആനെ നാം ഇറക്കിയത്. മാത്രമല്ല, പരിശുദ്ധമായ രാത്രിയിലാണ് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പരിശുദ്ധമായ രാത്രി ഈ ബറാഅത്തിൻ്റെ രാത്രിയാണ്. ആ ബറാഅത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത്, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മോചനം ലഭിക്കുന്ന രാത്രി എന്നാണ്. അപ്പോൾ നാം ഒരുപാട് ദുആ ചെയ്യേണ്ട രാത്രിയാണ്. 400 വർഷം ഇബാദത്തിന്റെ പ്രതിഫലമാണ് ആ ബറാഅത്തിന്റെ രാത്രി ഇബാദത്ത് ചെയ്തവനിക്ക് അള്ളാഹു നൽകുന്നത്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, അന്നേത്തെ രാത്രി സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 3 യാസീൻ പാരായണം ചെയ്യുക. ഒന്ന്, നമ്മുടെ ആയിരിക്കുന്ന ആയുസ് ദീർഘിച്ച് ലഭിക്കാൻ വേണ്ടി, ആയുസ് നീളമായി കിട്ടാൻ വേണ്ടി, ഒരുപാട് കാലം റഹ്മാനായ റബ്ബിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആയുസ് വേണ്ടേ, അതിന് വേണ്ടി ഒരു യാസീന്. മറ്റൊന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ വേണ്ടി ഒരു കാലവും നാം പട്ടിണിയായി പോകാൻ പാടില്ല, നാം ഒരിക്കലും വിഷമത്തിലായി പോകാൻ പാടില്ല. ഒരുപാട് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി മറ്റൊരു യാസീൻ, നമ്മുടെ ഈമാൻ സലാമത്താവാൻ വേണ്ടി. അങ്ങനെ 3 യാസീൻ പ്രത്യേകിച്ച് നാം ഓതിക്കൊണ്ട് ദുആ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് അഹ്ലുകാരുണ്ട്. അവരുടെയൊക്കെ അറുവാഹ് അന്നേത്തെ രാത്രി നമ്മുടെ വീടാന്തരം വരും. എന്നിട്ടവർ പ്രതീക്ഷയോടെ കാത്തിരിക്കും, എൻ്റെ അഹ്ലുകാർ ഞങ്ങൾക്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി യാസീൻ ഓതിക്കൊണ്ടൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അതിയ ചെയ്യുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കുക. അത് സുന്നത്താണ്, ബറാഅത്തിൻ്റെ നോമ്പാണത്. നമ്മുടെ ഏതെങ്കിലും നോമ്പ് ഖളായി പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി നിയത്ത് ചെയ്യുക. ഇപ്പോൾ 2 നോമ്പിൻ്റെ പ്രതിഫലമായി. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന എല്ലാ മാസവും 13, 14, 15 ഈ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക സുന്നത്താണ്. അപ്പോൾ അതും കൂടി ചേർന്നു. അങ്ങനെ 3 നോമ്പിൻ്റെ പ്രതിഫലം ഒരു നോമ്പ് കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നവരൊക്കെയും ആ നോമ്പ് നോൽക്കുകയും. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാലം ഇതുപോലെ ബറാഅത്തിൻ്റെ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് ആ രാത്രി ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, മുഹിബ്ബീങ്ങൾ, സ്നേഹിതന്മാർ എല്ലാവർക്കും എൻ്റെ ത്വഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.